ക്യാൻസർ റിസർച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് അങ്ങനെ ഒരു ഇതിലേക്ക് സുവോളജിയിൽ നിന്ന് നേരെ അങ്ങനെ മാറുകയായിരുന്നു, അല്ലെങ്കിൽ അതൊരു പ്രത്യേകമായിട്ട് എടുക്കുകയായിരുന്നു? ക്യാൻസർ റിസർച്ചിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിലായിരുന്നു ഇപ്പോൾ ഡോക്ടർ പ്രഭ ബൽറാമിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ PhD ചെയ്തത്. അതിനുശേഷം ഞാൻ സ്റ്റെം സെൽ റിസർച്ച് ആയിരുന്നു ദുബായിൽ. ഞാൻ 6 വർഷം ഷെയ്ഖ് മുഹമ്മദിൻ്റെ പാലസിൽ ഞാൻ അവിടുത്തെ ലാബിൽ ഞാൻ റിസർച്ച് ചെയ്തു. അതിനുശേഷമാണ് പോസ്റ്റ് ഡോക്കിന് ഞാൻ ഓസ്ട്രേലിയയിൽ പോയത്. അപ്പം സ്റ്റെം സെൽ വാസ് ഓൾവേസ് മൈ പാഷൻ. അപ്പം നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ ആയുർവേദ കൺസെപ്റ്റുമായിട്ടൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു റിസർച്ച് ഫാക്ടറാണത്. കാര്യം നമ്മളുടെ ബോഡിയിലുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു സെൽസാണ് സ്റ്റെം സെൽസ്. അപ്പം അതൊരു വളരെ ഇൻട്രിഗ്യൂയിങ് ഫാക്ടറാണ്. ബിക്കോസ് ഇപ്പോൾ പിന്നെ എന്താ പറയുക, മൾട്ടിനാഷണൽ കമ്പനീസ് മരുന്നുകൾ പടച്ചു വിട്ടിട്ട് അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ഗിനി പിക്സായിട്ട് നമ്മളെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ക്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ സ്റ്റെം സെൽസ്. അപ്പം അതിലാണ് ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പിന്നെ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാത്തതിനെ കണ്ടുപിടിക്കാനുള്ളൊരു പ്രോസസ്സാണല്ലോ. അത് തന്നെയാണ് ആത്മീയതയിലേക്കുള്ള ഒരു രണ്ടുകൂടെ യോജിച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. വളരെ വലിയ ഈ വീട്ട് കാര്യങ്ങൾ, കുട്ടി അച്ഛൻ ഫോറൻസിക് ഡയറക്ടറായിരുന്നു. ആ സമയത്തുള്ള പല വിവാദപരമായിട്ടുള്ള കേസുകളിലും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം? എൻ്റെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക് ലാബിലാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അതാണ് എനിക്ക് സയൻസിനോട് ഇത്രയും, അതും ജനറ്റിക്സ് അന്ന് കണ്ടുപിടിച്ച് തുടങ്ങിയ സമയമായിരുന്നു. കാര്യം അച്ഛനാണ് ആദ്യമായിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും. അന്ന് CCMB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻറ്റർ രാജീവ് ഗാന്ധി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടൊരു പങ്ക് വഹിച്ചത് അച്ഛനായിരുന്നു. കാര്യം ഇത്രയും സമയമെടുക്കുന്നു മറ്റേ ടെസ്റ്റുകൾക്കൊക്കെ, പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് അച്ഛനായിരുന്നു. അപ്പം ജനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം ആയിരുന്നു ആ ഒരു സമയം. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ഒരു ഫേസ് ആയിരുന്നു സയൻസിനത്. അപ്പം എനിക്കത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കാര്യം ഒരു ജനറ്റിക്സിൻ്റെ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ എൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഫോറൻസിക്. അപ്പോൾ ഫോറൻസിക്കിൽ അത് കണ്ടപ്പോൾ ഇനിയും എന്തെല്ലാം നമുക്ക് ചെയ്യാം. അത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ഓരോ ഇൻഡിവിജ്വലിൻ്റെ മേക്കപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു ഇൻട്രിഗ്യൂയിങ് ഇതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് കൂടുതൽ വന്നത്. ആ സമയത്തുള്ള കേസുകളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്, ധാരാളം കേസുകളുണ്ടായിരുന്നു. കാര്യം ഫോറൻസിക് സയൻസിന്, അത് എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിനും അത് ഓർമ്മയുണ്ടാവും. ബിക്കോസ് ധാരാളം ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനെ അടിസ്ഥാനമായിട്ട്. അന്ന് പോലീസിലും പിന്നെ അഡ്വക്കേറ്റ്സും ആധികാരികമായിട്ട് പഠിക്കാൻ യൂസ് ചെയ്തിരുന്ന ഒരു ബുക്ക് കുറ്റാന്വേഷണത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്കാണ്. DC ബുക്സ് ഇറക്കിയ ബുക്ക് അതായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അതല്ലാതെ ഒരുപാട് കേസുകൾ, രാജൻ കേസ്, ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കേസ്, അഭയ കേസിലൊക്കെ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക തെളിവ് ശേഖരിച്ച് ശാസ്ത്രീയമായി തെളിവ് കളക്ട് ചെയ്ത ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ അതേ ലെവൽ, ബിക്കോസ് അച്ഛൻ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി ട്രെയിനിങ് ചെയ്തതാണ്. അവിടെ കോമൺവെൽത്ത് ഫെലോ ആയിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ കേരള പോലീസ് അന്ന് ഏറ്റവും എന്താ പറയുക ശാസ്ത്രീയമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ പക്ഷേ പല കേസസും CBIക്ക് പിന്നെ വിട്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് കളക്ട് ചെയ്ത ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കേസുകളെല്ലാം മുന്നോട്ട് പോയത്. പിന്നെ CBI അന്വേഷിച്ചത് അത് വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ടീമിൽ ആദ്യമായിട്ട് തെളിവ് കളക്ട് ചെയ്തത് ആ ടീമിൽ അച്ഛൻ മുൻകൈ എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് കേരള സ്റ്റേറ്റിൽ ഫോറൻസിക് ലാബിന് ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കിയത് അച്ഛൻ്റെ നേതൃത്വത്തിലാണെന്ന് എനിക്ക് അഭിമാനമായിട്ട് എനിക്കത് പറയാൻ പറ്റും. പോളിഗ്രാഫ് ആദ്യമായിട്ട് വന്നതാണെങ്കിലും DNA ഫിംഗർ പ്രിൻറ്റിങ് ആദ്യമായിട്ട് കൊണ്ടുപോയി, അങ്ങനെ പല പുതിയ ടെക്നോളജി കേരള പോലീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അച്ഛൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷമായി. പക്ഷേ അതൊരു ഗോൾഡൻ ഫേസ് ഓഫ് ഫോറൻസിക് എന്ന് വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആസ് എ സയൻറ്റിസ്റ്റ് ഞാൻ അത് പറയുന്ന ഒരു ഫേസാണത്. ഒരു മലയാളി സ്ത്രീ അല്ലെങ്കിൽ ഇന്ത്യൻ വനിത വളരെ വ്യത്യസ്തമായൊരു കരിയറിലേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് തരാനുള്ളൊരു സന്ദേശം? പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് ആൻഡ് ഏജ് ഇസ് നോട്ട് എൻ ഫാക്ടർ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ 50 ആയപ്പോഴാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. സോ ഐ വാസ് എ ബിറ്റ് വറീഡ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം ഫിറ്റ് ഇൻ എ നോർമൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഒരു എൻഡ്യൂറൻസ് സ്റ്റാൻഡേർഡിലൊന്നുള്ള ഫിറ്റ്നസ് ഒന്നും ഞാൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ അതായിരുന്നു, ഹൗ വിൽ ഐ ഫിറ്റ് ഇൻ ടു ദിസ് റിജിമെൻ എന്നുള്ളത്. ദാറ്റ് ടു അറ്റ് 50
വെൻ യുവർ ഡൗൺ ഹിൽ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം 50. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിന് വഴങ്ങും എന്നുള്ളതാണ്. കാര്യം ഞാനിതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ജിം ട്രെയിനിങ്ങും എല്ലാം. ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സാണ്. ഇനി എനിക്ക് ഫൈനൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഐ ഹാവ് ടു റെഡ്യൂസ് ഫ്യൂ മോർ കിലോസ് ആൻഡ് ദെൻ ബി മോർ ഫിറ്റ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ബിക്കോസ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്തും പറ്റൂ. പിന്നെ മനസ്സാണ് ഏറ്റവും വലിയ, ഭഗവത്ഗീത പറയുന്ന പോലെ തന്നെയാണ്, മനസ്സാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. അത് നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ഉയർത്താനും സാധിക്കുന്ന ഒരു ആയുധമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിന് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് അനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഒരിക്കലും ആരും ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പ്രായം ഇത്രയായി എന്നുള്ള നിലയിലോ ആരെങ്കിലും എന്തിനെങ്കിലും പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത്. സ്വയം മനസ്സിനെ ഉയർത്തുക, സ്വയം മുന്നോട്ടേക്ക് വരിക. എന്തായാലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും ഹിന്ദു സംസ്കാരവും ഒക്കെ കൂടുതൽ ഡിഫൻസ് അംഗങ്ങളുടെ, സൈനികർക്കിടയിൽ കൂടുതൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അവർക്കുണ്ടാകട്ടെ. ഇനിയും ഒരുപാട് ഇതുപോലുള്ള ആളുകൾ ഡിഫൻസിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.